ആകെ 9 വർഷം ഭരിച്ചിട്ട് എടുത്തു പറയാൻ ഒരു നേട്ടമായിട്ട് ആകെയുള്ളത് ജയിലിൽ വികസിപ്പിച്ചു എന്നുള്ളതാണ്. ജയിലിൽ പോവുകയാണെങ്കിൽ ഒരു സ്കില്ലും ഇല്ലാത്ത ഒരുത്തന് മാസം കിട്ടുന്ന എത്ര എന്നറിയാമോ? 17,720. വാടക കൊടുക്കണ്ട, കരവടക്കണ്ട, കറണ്ട് ബില്ലടക്കണ്ട, വാട്ടർ ബില്ലടക്കണ്ട, യാതൊരു രീതിയിലുള്ള ചെലവുമില്ല. പണിക്ക് പോകാതെ പഠിക്കാതെ സ്കൂളിൽ പോകേണ്ട സമയത്ത് പൊടി പിടിച്ച് നടന്ന് യാതൊരു പണിയും പഠിക്കാതെ ബീഡിയും തീർത്ത് കിടന്ന് ആരുടെയെങ്കിലും തല തല്ലി പൊട്ടിച്ച് ജയിലിൽ പോയാൽ അവൻ ഇവർക്ക് പാവം, സാഹചര്യം കൊണ്ട് ഉണ്ടാക്കിയവൻ. ഇതാണ് ഇവരുടെ കമ്മ്യൂണിസം. ഇതിന് ഇനിയും വളം വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇനിയും ഇവർക്ക് തന്നെ വോട്ട് ചെയ്യുവാണെങ്കിൽ പ്രബുദ്ധരെന്നല്ല കഴുതകൾ എന്നാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇയാൾക്ക് ജയിലിനകത്ത് കിടക്കുന്ന കുറ്റവാളികളും പുറത്ത് മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തത് ആരുടെ കുഴപ്പം? ആരെങ്കിലും കൊന്നിട്ട് അകത്ത് പോകാം. കാരണം ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലക്ഷങ്ങളാണ് എന്റെ പോക്കറ്റ് വരുന്നത്. ഗൾഫിൽ പോയാൽ പോലും എനിക്ക് ചെലവല്ലേ, അവിടെ ഞാൻ റെന്റ് കൊടുക്കണം, മാസം മാസം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അതുകൂടാതെ ഓരോരോ കാര്യങ്ങൾ പൈസ കയ്യിൽ നിൽക്കുന്നില്ല. ഇന്ന് പണിയെടുക്കുന്ന ഓരോ മനുഷ്യനും അറിയാം. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഒരു മാസം ഇത്രയും രൂപ നീക്കി വെക്കുന്നതിനെ പറ്റി സ്വപ്നം കാണാൻ കഴിയുമോ? എന്തിനാ നിങ്ങൾ ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ജയിലിനകത്തെ പാവങ്ങൾക്ക് വേതനം കൂട്ടിയതിന് അല്ലെങ്കിൽ ശമ്പളം കൂട്ടിയതിന് ആർക്കാണ് ഇവിടെ കുഴപ്പം? ജയിലിനകത്ത് പാവങ്ങളോ എന്നല്ലേ നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയത്? അതെ, ജയിലിനകത്ത് പാവങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഈ സത്യം ഇപ്പൊ പറഞ്ഞു തരാണെന്ന് അറിയാമോ? അത് നമ്മുടെ സഖാവ് ചിറ്റപ്പനാണ്, EP ജയരാജൻ. അപ്പൊ ഇന്നത്തെ വർക്കൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ്. അതിനു മുമ്പായിട്ട് എപ്പോഴും പറഞ്ഞു പോകുന്നത് പോലെ സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. ഞാനിങ്ങനെ ഇവരെയൊക്കെ പിടിച്ച് വരട്ടുന്നത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഫാൻസ് ആയ അന്തം കമ്മികളോ അതോ കുറെ സുഡാപ്പികളോ ആണെന്ന് തോന്നുന്നു റിപ്പോർട്ട് അടിച്ച് എന്റെ വീഡിയോന്റെ റീച്ച് ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നേരത്തെ നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന വീഡിയോസിന് പലതും ഇപ്പൊ വ്യൂവർഷിപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേയ്മെന്റ് ഒന്നും കിട്ടാനില്ല. 2-3 വർഷമായിട്ട് ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും നശിച്ച് നാറാണക്കല്ലെടുത്ത് മിണ്ടാതെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പണിയുന്നതാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ കഴിയുന്നവരൊക്കെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുക. ഇനി അത് പറ്റാത്ത ആൾക്കാർ വീഡിയോസ് കണ്ടും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഗ്രൂപ്പുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. തോൽപ്പിക്കാൻ കുറെ ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ആ പാവങ്ങളുടെ കഥ പറയുന്ന ചിറ്റപ്പന്റെ വാക്കുകൾ അത് കേൾക്കാം. അത് പാവങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? കണ്ടില്ലേ എങ്ങനെ ഇരിക്കുന്നു? ശരിയാ ചിറ്റപ്പ, ജയിലിനകത്ത് കിടക്കുന്നതെല്ലാം പാവങ്ങളാ. മനസ്സിലായില്ല? അവരെല്ലാം പാവങ്ങളാ. ഞങ്ങളാ പാപികൾ, ഞങ്ങളാണ് കുറ്റവാളികൾ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് 2 ടൈമും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വോട്ട് തന്ന് നിങ്ങൾ അവിടെ കൊണ്ട് ഇരുത്തിയല്ലോ. ഞങ്ങളാ പാപികൾ. ഞങ്ങളെയാണ് സത്യത്തിൽ അടിച്ചു കൊല്ലേണ്ടത്. ബാക്കി പാവങ്ങളൊക്കെ ജയിലിനകത്ത് തന്നെ. അതെ അതെ, സാഹചര്യം വെച്ചാൽ കുറ്റവാളികളായി പോയവർ എത്ര മനോഹരം. ഈ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ചത്തുപോയിണ്ടാവും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടുണ്ടാവും, ഭാവി പോയിട്ടുണ്ടാവും, അങ്ങനെ പലതും പോയിണ്ടാവും. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. കുറ്റവാളി പാവമാണ്. അവർക്ക് കൊടുക്കുന്ന ആ വേതനത്തിന് വേണ്ടി സംസാരിക്കാൻ, അത് കൂട്ടിയതിനെതിരെ പറയാൻ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുറ്റവാളികളോടുള്ള ഇവരുടെ സ്നേഹം നിങ്ങൾ കാണാതെ പോരുത്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, CPM-കാർ മുഴുവൻ ഗുണ്ടകളാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ മുഴുവനും ഗുണ്ടകളാണ്. അതുകൊണ്ടാണ് അവർ ആൾക്കാരോട് ഗുണ്ടായുസം പ്രകടിപ്പിക്കുന്നത്. സംശയമുണ്ടോ? ഇപ്പോ ഗൃഹ സന്ദർശനം എന്ന് പറയുന്ന പരിപാടിയിൽ പ്രത്യേക കോഡ് ഓഫ് കണ്ടക്ട് ഇറക്കിയിരിക്കുകയാണ് ഇവരുടെ പാർട്ടി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആളുകളോട് തർക്കിക്കാൻ പോകരുത്, ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രകോപനപരമായിട്ട് സംസാരിക്കരുത്, പ്രത്യേകിച്ച് കൈവയ്ക്കരുത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇറക്കി ലിസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്? ഈ വരുന്നവരൊക്കെ മര്യാദക്കാരാണെങ്കിൽ, വീട്ടിൽ കയറിയിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവരാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവരെ സഖാക്കന്മാര് ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ, അകത്ത് കിടക്കുന്നവരും പുറത്ത് കിടക്കുന്നവരൊക്കെ ഇവർക്ക് ഒരുപോലെയാ. പാർട്ടിക്കാരാണോ പിന്നെ നമ്മൾ സംരക്ഷിച്ചിരിക്കും. ഇനി തൊഴിലുറപ്പുകാർക്ക് അതുപോലെ ആശാ വർക്കർമാർക്ക് ഇവർക്കൊന്നും ശമ്പളം കൂട്ടിയില്ലല്ലോ. കുറ്റവാളികൾക്ക് ശമ്പളം കൂട്ടുന്നത് ഏത് രീതിയിലാണ് നീതിയായിരിക്കുന്നത്? ജയിലാണോ ഇവിടെ സത്യത്തിൽ വികസിപ്പിക്കേണ്ടത്? 10 വർഷം കൊണ്ട് നിങ്ങളുടെ സർക്കാർ ഇതാണോ ചെയ്തത് എന്ന ചോദ്യത്തിന് കുറിക്കൊള്ളുന്ന ഒരു മറുപടി ഇദ്ദേഹത്തിനുണ്ട്. ആരെ കുറിക്കാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്? കണ്ടില്ലേ, ഒരു കാര്യം പറയാതെ പറഞ്ഞു. അതായത് തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൊടുക്കുന്ന കേന്ദ്രമാകട്ടെ, നമ്മൾ 10 പൈസ കൊടുക്കാറില്ല. നമ്മൾ അവരെ ചൂഷണം ചെയ്യാറേ ഉള്ളൂ. നമ്മൾ അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. അതായത് എങ്ങനെയാ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പണിക്ക് വിളിക്കും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പണിക്ക് വന്നില്ലെങ്കിലും വന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവർക്ക് പൈസ കൊടുക്കും. ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മൾ പങ്കെടുപ്പിക്കില്ല. ഇനി നമുക്കൊരു സമരം വന്നാൽ ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ടുവരും. ഇനി വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണി കൊടുക്കില്ല എന്ന് പറയും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ പറയുന്ന ചിറ്റപ്പനൊക്കെ വന്നിരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കാർക്കും നേരമില്ലാത്തതുകൊണ്ട് ഇവരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വഴി പോകാറില്ല. ഈ പറയുന്ന തൊഴിലുറപ്പുകാരെ ഭീഷണിപ്പെടുത്തി നമ്മൾ അവിടെ കൊണ്ടുവന്നിരുത്തും. ഇതൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ഇവർക്ക് പൈസ കൊടുക്കുന്നത് കേന്ദ്രമാണ്.
മനസ്സിലായില്ലേ? കേന്ദ്രമാ. അപ്പൊ അത് കൂട്ടാത്ത എന്താ നിങ്ങൾ കേന്ദ്രത്തിനോടാ ചോദിക്കുന്നത്? കേരളത്തിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ 10 പൈസ കൊടുക്കുന്നില്ല, പിന്നെ എന്തിനാ കൂട്ടുന്നേ? ഞങ്ങൾ അവർ ഉപയോഗിക്കുന്നല്ലേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവര് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം, സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിനാ? കണ്ടോ, എന്ത് കഷ്ടമാണ് ഇത്. ജയിലിലുള്ള ആൾക്ക് ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി ചെറുതായിട്ടൊരു തുക വർധനവാണോ? എന്നത്തെയും പോലെ ഞാൻ പറഞ്ഞ സംഖ്യയായി. ChatGPT-യോട് ചോദിക്കാം. കേരളത്തിലെ ജയിൽ തടവുകാരുടെ വേതനം 2026 ജനുവരിയിൽ സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 7 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു പരിഷ്കരണം നടപ്പിലാക്കുന്നത്. പുതുക്കിയ വേതന നിരക്കുകൾ പ്രതിദിനം വിദഗ്ധ തൊഴിലാളികൾ സ്കിൽഡ് വർക്കേഴ്സ് 620 രൂപ, മുൻപായിരുന്നെങ്കിൽ 168 രൂപ. അർദ്ധവിദഗ്ധ തൊഴിലാളികൾ സെമി സ്കിൽഡ് വർക്ക്സ് 560 രൂപ, മുമ്പായിരുന്നെങ്കിൽ 127 രൂപ. അവിദഗ്ധ തൊഴിലാളികൾ അതായത് അൺസ്കിൽഡ് 530 രൂപ, മുമ്പ് 63 രൂപ. ഒന്ന് നോക്കാം, അൺസ്കിൽഡ് വർക്കേഴ്സ് അതായത് ഒരു പണി അറിഞ്ഞൂടാത്ത, ഒരു പ്രത്യേകിച്ച് ജോലി എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റി യാതൊരു വിവരമില്ലാത്ത ആൾക്കാർക്ക് വരെ ജയിലിനകത്ത് 530 രൂപ കിട്ടും. നമുക്ക് പഴയ സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഒരു ആപ്പിൾ കമ്പനിയിലേക്ക് വന്ന ഒരു ജോലി ഒഴിവിനെ കുറിച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ കാണിക്കാം. ഇനി ശമ്പളത്തെ കുറിച്ച് മാസം 16,637 രൂപയാണ് മൊത്തം ശമ്പളം. PF ഇൻഷുറൻസ്, ESI എന്നിവയിലേക്ക് കമ്പനി അടക്കുന്ന തുക കൂടി എടുത്താൽ മൊത്തം പ്രതിഫലം 19,128 രൂപ. ഇതിൽ മാസക്കിഴിവുകൾ കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുക 13,749 രൂപ. ഭക്ഷണവും ഹോസ്റ്റൽ ചെലവും യാത്രാ ചെലവും കിഴിച്ചിട്ടുള്ളതാണ് ഈ തുക എന്ന് ഓർക്കുക. PF അടക്കം ഒരു തൊഴിലാളിക്ക് 17,079 രൂപ പ്രതിമാസം ലഭിക്കും. ആഴ്ചയിൽ ഒരു ദിവസം അവധി, ഇതിനു പുറമെ 12 പൊതു അവധി, വർഷത്തിൽ 18 ദിവസം ലീവ് എടുക്കാം. കേട്ടോ, ഒരു സ്കിൽഡ് തൊഴിലാളി ആപ്പിൾ കമ്പനിയിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ മാസം കിട്ടുന്ന 13,000 കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ പോവുകയാണെങ്കിൽ ഒരു സ്കില്ലും ഇല്ലാത്ത ഒരുത്തന് മാസം കിട്ടുന്ന എത്ര എന്നറിയാമോ? 17,720. വാടക കൊടുക്കണ്ട, കരവടക്കണ്ട, കറണ്ട് ബില്ലടക്കണ്ട, വാട്ടർ ബില്ലടക്കണ്ട, യാതൊരു രീതിയിലുള്ള ചെലവുമില്ല, ഭക്ഷണത്തിന്റെ ചെലവില്ല, ഒന്നും ചെലവില്ല. ചിറ്റപ്പൻ പറയുന്നത് സോപ്പ് വാങ്ങാൻ എന്തായാലും കാശ് വേണം. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവരുടെ പരിഷ്കരണം. നല്ല നിലയ്ക്ക് പഠിച്ച് ജോലി നേടി അല്ലെങ്കിൽ ഒരു ബിസിനസ് നേടി മര്യാദയ്ക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരുത്തൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ബൂർഷയാണ്. അവൻ ഇവിടെ ജീവിക്കാൻ പാടില്ലാത്ത ക്രൂരനാണ്. എന്നാൽ പണിക്ക് പോകാതെ പഠിക്കാതെ സ്കൂളിൽ പോകേണ്ട സമയത്ത് പൊടി പിടിച്ച് നടന്ന് യാതൊരു പണിയും പഠിക്കാതെ ബീഡിയും തീർത്ത് കിടന്ന് ആരുടെയെങ്കിലും തല തല്ലിപ്പൊട്ടിച്ച് ജയിലിൽ പോയാൽ അവൻ ഇവർക്ക് പാവം, സാഹചര്യം കൊണ്ട് ഉണ്ടാക്കിയവൻ. ഇതാണ് ഇവരുടെ കമ്മ്യൂണിസം. ഇതിന് ഇനിയും വളം വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇനിയും ഇവർക്ക് തന്നെ വോട്ട് ചെയ്യുവാണെങ്കിൽ പ്രബുദ്ധരെന്നല്ല കഴുതകൾ എന്നാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അതൊന്നും പറയാതെ ഈ പാവ ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ജയിലിനകത്ത് അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്? മനസ്സിലായില്ലേ? ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ എന്തിനാ എതിർക്കുന്നേ? മനസ്സിലായില്ലേ? ഇയാൾക്ക് ജയിലിനകത്ത് കിടക്കുന്ന കുറ്റവാളികളും പുറത്ത് മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തത് ആരുടെ കുഴപ്പം? ഇത്രവേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ വ്യത്യാസം മനസ്സിലാകാത്ത ആരുടെ കുഴപ്പം? ഇവരുടെ ആശയം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവരെന്താണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? ഇവരുടെ സമത്വം എന്ന് പറയുന്ന ആശയം എന്താണ്? കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് ഒരു പോസ്റ്റ് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് കണ്ണും പൂട്ടി പറയാം, അമ്മാതിരിയായിരുന്നു പോസ്റ്റ്. അതായത് റെയിൽവേയിൽ വരെ ഭയങ്കര വിവേചനമാണ് പണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ നേരിടുന്നത്. പണം ഉള്ളവൻ 3 ടയർ AC-യിലും 2 ടയർ AC-യിലും ഒക്കെ ഒട്ടും ക്യൂ നിൽക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലാവിഷായിട്ട് കംഫർട്ടായിട്ട് പോകുമ്പോൾ പണം ഇല്ലാത്ത ആൾക്കാർ ഇടിച്ച് കുത്തി നിന്ന് ലോക്കൽ ട്രെയിനിൽ അത്രയധികം ബുദ്ധിമുട്ട് സഹിച്ചാണ് യാത്ര ചെയ്യുന്നത്. എന്തോ പഴയ രീതിയിലുള്ള ഒരു ഇനക്വാലിറ്റിയെ പറ്റി ആൾക്കാർ അങ്ങ് സംസാരിച്ച് അങ്ങ് കമ്മ്യൂണിസത്തിന് സപ്പോർട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചോണ്ട് എങ്ങാണ്ട് ആശാൻ പോസ്റ്റ് ഇട്ടത്. പക്ഷെ ആൾക്കാർ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എടാ നീ പഠിച്ച് നാളെ ഒരിടത്ത് യാത്ര ചെയ്യണമെങ്കിൽ AC ടിക്കറ്റ് എടുത്തു പോകാനുള്ള കഴിവുണ്ടാക്കാത്തത് ആരുടെ കുഴപ്പം? ആരെ അതിന് കുറ്റം പറയുന്നേ? ഇവിടെയുള്ള എല്ലാ ഗവൺമെന്റുകളും വികസിപ്പിച്ച് ഓരോ സംഗതികൾ ഉണ്ടാക്കുമ്പോഴും പാവപ്പെട്ടവനും അതുപോലെ പൈസ ഉള്ളവനും ഒക്കെ യൂസ് ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ ചോയ്സസ് ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ ലക്ഷറി ഒന്നും നിനക്ക് അഫോർഡബിൾ ആകുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അഫോർഡബിൾ ആകാത്ത ഒരുത്തനെ പൊക്കിക്കൊണ്ട് വരണം എന്ന് ഇവർ പറയുന്ന ഒരു ആശയത്തിന്റെ ഉള്ള കുഴപ്പം എന്താ? ഇവർ പറയുന്ന ആശയത്തിന്റെ കുഴപ്പം എന്താ? ഒരാൾ പഠിക്കാതെ മര്യാദയ്ക്ക് പഠിക്കാതെ കൊടിയും പിടിച്ച് രാഷ്ട്രീയം കളിച്ച് നടന്ന് അതേപോലെ ഈ ബീഡി തീർപ്പും കാര്യങ്ങളും ലഹരിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന് അയാളുടെ ആരോഗ്യം നശിപ്പിച്ച് അയാൾ മരിക്കാറായാൽ എന്താണ് സംഭവിക്കുക? നല്ല പോലെ സ്കൂളിൽ പോയി
ടീച്ചേഴ്സ് ചെയ്യുന്ന നല്ല അടിയും കിട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ഏതെങ്കിലും ഒരു സ്കിൽഡ് വർക്കിൽ നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ ഇരിക്കുന്ന ഭാര്യയുടെ അമ്മയുടെ ഒക്കെ കെട്ടുതാലി വരെ എടുത്ത് പണയം വെച്ച് അല്ലെങ്കിൽ ലോൺ എടുത്ത് ഒരു ബിസിനസ് സംരംഭം തുടങ്ങി നല്ല നിലയിൽ കാശുമായിട്ട് ജീവിക്കണം എന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ മറ്റവന് വേണ്ടി പിരിവിടണം. എന്തിനാ? ഒന്നെങ്കിൽ അവനെ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ അവന് വീട് വെക്കാൻ, അല്ലെങ്കിൽ അവന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ. ഇതൊക്കെ അവന്റെ ഉത്തരവാദിത്തമായിരുന്നോ അതോ ഈ കാശുണ്ടാക്കിയ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണോ? എനിക്ക് ഇതാ മനസ്സിലാവാത്തത്. ഈ സമൂഹത്തിൽ ഒരു തട്ടിലുള്ള ആൾക്കാരെ ഉയർന്നു വരാൻ സമ്മതിക്കാതെ കണ്ടില്ലേ പാവങ്ങൾ എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നതെന്നാ ചോദിക്കുന്നത്. ഇവരെ പ്ലാൻ ചെയ്യുന്ന സംഗതി എന്താ? ഇവിടെ ഒരു മനുഷ്യന് പണിയില്ലെങ്കിൽ അയാൾ വിചാരിക്കും ആരെങ്കിലും കൊന്നിട്ട് അകത്തു പോകാം. കാരണം ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ലക്ഷങ്ങളാണ് എന്റെ പോക്കറ്റിൽ വരുന്നത്. ഗൾഫിൽ പോയാൽ പോലും എനിക്ക് ചെലവല്ലേ, അവിടെ ഞാൻ റെന്റ് കൊടുക്കണം, മാസം മാസം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അത് കൂടാതെ ഓരോരോ കാര്യങ്ങൾ പൈസ കയ്യിൽ നിൽക്കുന്നില്ല. ഇന്ന് പണിയെടുക്കുന്ന ഓരോ മനുഷ്യനും അറിയാം. എന്റെയൊക്കെ അവസ്ഥ ഇത് തന്നെ, എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാ. നീക്കിയിരിപ്പ് എന്ന് പറയുന്ന സാധനമില്ല. അത് പോട്ടെ, അവനവന്റെ കാര്യങ്ങൾ വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും സാധിക്കുന്നില്ല. അപ്പൊ അവരെന്താ ചിന്തിക്കുക? ആരെങ്കിലും കൊന്നിട്ടോ പിടിച്ചു കുറച്ചിട്ടോ പോയി ജയിലിൽ കിടക്കാം. ലൈഫ് സെറ്റ് അല്ലേ? അതിനുള്ള പരിപാടിയല്ലേ ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, 7 വർഷത്തിന്റെ ഇടയ്ക്കാണ് ഇവര് ഈ ജയിലിലെ ഈ പറയുന്ന ശമ്പള വർധന എത്ര ഇരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത് നോക്കുക. 7 വർഷം, ആകെ 9 വർഷം ഭരിച്ചിട്ട് എടുത്തു പറയാൻ ഒരു നേട്ടമായിട്ട് ആകെ ഉള്ളത് ജയിലിൽ വികസിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സഖാക്കന്മാർക്ക് പോയി കിടക്കാനാണോ അതോ ഈ നാട്ടിലുള്ള മൊത്തം ആൾക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കാനാണോ എന്നുള്ളത് തമ്പുരാന് മാത്രം അറിയാം. തൊഴിലുറപ്പുകാരും ആശാവർക്കർക്കാർക്കൊക്കെ കൊടുക്കേണ്ടത് കേന്ദ്രമാണ്. നോക്കൂ, കേന്ദ്രം അവർക്ക് കൊടുത്തോളൂ. ഞങ്ങൾ ആർക്കാ കൊടുക്കുന്നേ? കുറ്റവാളികൾക്ക്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ളവരുടെ കൂടെയാണ്, ഗുണ്ടകളുടെ കൂടെയാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരുടെ കൂടെയാണ്, മര്യാദ ഇല്ലാത്തവരുടെ കൂടെയാണ്, സിവിക് സെൻസ് ഒട്ടുമില്ലാത്തവരുടെ കൂടെയാണ്, നിയമപരമായി എതിർത്ത് നിൽക്കുന്നവരുടെ കൂടെയാണെന്ന് ഇവർ പറയാതെ പറയുമ്പോൾ ഇനി ഇവർക്ക് വോട്ട് ചെയ്യാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്? കേട്ടില്ലേ? ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? ഇവിടെ തൊഴിലില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ പ്രശ്നം. കമ്മ്യൂണിസ്റ്റുകാർ തൊഴിൽ കൊടുക്കുന്നില്ല, അതാ തൊഴിലായില്ലേ? ഒരു ജീവപര്യന്തം കേസ് ഒപ്പിച്ച് അകത്ത് പോവുക, എന്നിട്ട് ജീവപര്യന്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള കാശ് നിങ്ങളുടെ ഇയാൾ പറയുന്നില്ല. ഇയാൾ അത് തന്നെ ലിറ്ററലി പറയുന്നത്. പുറകില് ഒരു സൈഡില് വേറൊരു സഖാവ് കിടന്ന് കെക്കപ്പെക്കാന്ന് വെച്ച് എടുക്കുന്നുണ്ട്. ഇയാൾ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല. ഇത്തിരി സൗണ്ട് കൂട്ടി വെച്ചോ. അത് വേറെ, ഇങ്ങനെ കുറെ പണിയില്ലാത്തവരുണ്ടല്ലോ, വേറെ എന്ത് ചെയ്യാനാ? അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി വെക്കുമ്പോൾ എന്തിനാ അതിനെ എതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുന്നേ ഈ കുറ്റവാളികൾക്ക് എന്തിനാ കൊടുക്കുന്നത്? കുറ്റവാളികൾ അവരുടെ ഇതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നവനെ അങ്ങ് എന്തോ മോശക്കാരനാക്കും. മനസ്സിലായില്ലേ? അവരുടെ ജയിൽ ചപ്പാത്തിയൊക്കെ മേടിച്ചു നിന്നിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് കുറ്റം പറയാൻ നാണമില്ലേ? നീയൊക്കെ ഒരു മനുഷ്യരാണോ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ ആരായി? ഇവർക്ക് വോട്ട് ചെയ്ത നമ്മളൊക്കെ ആരായി? ഇവർക്ക് കുറ്റവാളികളെ വേണ്ടു, അല്ലാതെ വേറൊരാളെയും വേണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇന്നൊരു കൽപ്പണിക്കാരൻ പണിക്ക് പോകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മാക്സിമം കിട്ടുന്ന ഒരു ദിവസം 1350 രൂപ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 1000 രൂപ ഒരു മാസം കിട്ടിയാൽ തന്നെ 30,000 രൂപ. അത് എല്ലാ ദിവസവും പണി ഉണ്ടെങ്കിൽ. മഴയ്ക്കും വെയിലിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ കോൺട്രാക്ടിനനുസരിച്ച് പണി കിട്ടുന്നവരുണ്ട്, പണി കിട്ടാത്തവരുണ്ട്. ആരെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്ത് അപ്പോഴും ഒരുപാട് നാൾ പണിയില്ലാതെ അവർക്ക് ഇരിക്കേണ്ടി വരാം. ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ജീവിതമാണ് അവരുടെ. അവർക്ക് ഒരു ദിവസം പെട്രോൾ അടിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതൊന്നും പോരാണ്ട് വീട്ടിലേക്കുള്ള കറി വാങ്ങണം. 1 കിലോ ചാളയ്ക്ക് ഇപ്പൊ എത്ര വില എന്നറിയോ? മത്തി 300 രൂപയ്ക്ക് മേളില. മട്ടൻ ഒന്നും സാധാരണക്കാരന്റെ കുട്ടികളോ കണ്ടിട്ട് പോലും ഇല്ല. അഫോർഡബിൾ ആണെന്നല്ല, സ്വപ്നം കാണാൻ കഴിയില്ല. അതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ഈ സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദിവസ വേതനത്തിന് കഷ്ടപ്പെടുന്ന വ്യക്തികൾ ഈ റേഷനറി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പാനിക്കാവുന്നത് അവരാണ്. കാരണം അവർക്ക് ഈ പറയുന്നത് പോലെ പോഷകപ്രദമായിട്ടുള്ള ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ അഫോർഡബിൾ അല്ല. അവരുടെ പോക്കറ്റിൽ പൈസ ഇല്ല. ഗവൺമെന്റ് സ്കൂൾ ഉള്ളത് കൊണ്ട് മാത്രം മക്കളെ പഠിപ്പിക്കുന്നവരുണ്ട്. ഉച്ചക്കഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം മക്കളെ അങ്ങോട്ട് വിടുന്നവരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഇയാൾ പറയാണ് ജയിലില് ഇങ്ങനൊക്കെ ആ പാവങ്ങൾക്ക് ചെയ്തു കൊടുത്തതിന് നിങ്ങൾ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്ന്. ഇന്നിപ്പോ ഈ പറയുന്ന സ്കിൽഡ് വർക്കേഴ്സ്, പകുതി സ്കിൽഡായ വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു സ്കില്ലും ഇല്ലാത്തവർക്കൊക്കെ ജയിലിൽ വാരി കോരി കൊടുക്കുമ്പോൾ സ്കിൽഡ് വർക്കറായ ഒരു വ്യക്തിക്ക് മാസം 15,000 രൂപ ഈ ജയിൽ വേതനത്തിൽ നിന്ന് നീക്കി വെക്കാൻ കഴിയും മാസം. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഒരു മാസം ഇത്രയും രൂപ നീക്കി വെക്കുന്നതിനെ പറ്റി സ്വപ്നം കാണാൻ കഴിയുമോ? എന്തിനാ നിങ്ങൾ ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ പാവപ്പെട്ടവന്റെ പാർട്ടി, പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന പാർട്ടി, ഏത് പാവപ്പെട്ടവനാ? കുറ്റവാളിയായ പാവപ്പെട്ടവൻ. അല്ലാതെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന പാവപ്പെട്ടവൻ ഒന്നും ഇവർക്ക് വേണ്ട. ഇനിയും നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നു, ഞാൻ അതേ ചോദിച്ചുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിണറായി വിജയന്റെ സർക്കാർ തന്നെ വേണമോ വേണ്ടയോ? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.